ഒരു മനുഷ്യൻ എന്ന രീതിയിൽ തെറ്റെന്തായാലും സർവ്വസാധാരണ ആർക്കും പറ്റും. ഇപ്പം ഇവിടെ തെറ്റുപറ്റാത്ത ആർക്കാ? ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും തെറ്റുപറ്റില്ല. അവർ തെറ്റുപറ്റിയെന്ന് ഒരിക്കലും പറയില്ല. കുടുങ്ങിക്കഴിഞ്ഞാൽ പറയും ജാഗ്രതക്കുറവുണ്ടായിരുന്നു. തെറ്റുപറ്റി എന്ന് പറയില്ല. ഇവിടെ തെറ്റുപറ്റിയാൽ ആദ്യം പറയുന്ന ആളുടെ പേര് ഗാന്ധി എന്നാ. അദ്ദേഹം തനിക്കൊരു തെറ്റുപറ്റിയപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? അതെൻ്റെ അബദ്ധമാണെന്നല്ല പറഞ്ഞത്, അതെൻ്റെ ഹിമാലയൻ അബദ്ധമാണെന്നാണ് പറഞ്ഞത്. ഇനി എൻ്റെ അപ്പുറത്തേക്ക് പറയാനില്ലല്ലോ. ഇല്ല, അത്രേ ഉള്ളത്. ആ തെറ്റ് പറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. നിങ്ങളത് തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുക എന്നുള്ളത് സാമാന്യ മര്യാദ മാത്രമാണ്. അതിന്ന് നമ്മുടെ സാമൂഹ്യ രംഗത്തോ ഇപ്പോൾ നമ്മുടെ മൗലവിമാരോ നമ്മുടെ പള്ളിയിലച്ചന്മാരോ നമ്മുടെ സന്യാസിമാരോ മേൽശാന്തിക്കാരൊന്നും അവർക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ കേട്ടില്ല. രാഷ്ട്രീയക്കാർ തീരെയില്ല. പത്രക്കാരും തെറ്റുപറ്റിയെന്ന് പറയുന്നത് കുറവാണ്. അവർ കഴിയുന്നു അത് ന്യായീകരിച്ച് അതിനൊക്കെ നിന്നാൽ വേറെ ആൾക്ക് മനസ്സിലാവുന്നേ. വസ്തുത ഉണ്ടല്ലോ, സത്യത്തിന് അതിൻ്റെ വിലയില്ലേ സുനീർ? തീർച്ചയായിട്ടും. സത്യത്തിന് ഏറ്റവും മേലെ എന്താ ഉള്ളത്? സത്യം മാത്രമേ ഉള്ളൂ. നിങ്ങളും ഇപ്പോൾ ഞാനില്ലാത്ത എത്രയോ നൂറ്റാണ്ട് കാലം കഴിഞ്ഞു പോയി അല്ലേ? ഈ ഭൂമിയുടെ കാലത്തിലായി. ഇനി ഞാനില്ലാത്ത എത്രയോ നൂറ്റാണ്ട് കാലം വരാനുണ്ട്. ഇത് സുനീറിനും ബാധകമാണ്, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള 10-70 കൊല്ലാണ് നിങ്ങൾ ഇവിടെ ഉള്ളത് മാക്സിമം. അല്ലെങ്കിൽ ഒരു 80 അല്ല 100 വിചാരിച്ചു, അതിലപ്പുറമില്ലല്ലോ. ഈ 100 കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആയുസിലൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ വന്ന് 2 വർത്തമാനം പറഞ്ഞ് അതിലൊരു തെറ്റ് പറ്റി ഒരാൾ ചൂണ്ടിക്കാണിച്ചു, ഉടനെ നിങ്ങൾ അയാളെ ശത്രുവായി തീർന്നു, നിങ്ങൾ ശത്രുത പ്രഖ്യാപിച്ചു. അവിടെ ആർക്കാ നഷ്ടം? എനിക്കല്ലേ നഷ്ടം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ എന്തോ ഒരു ലേഖനത്തിൽ കോഴിക്കോട് ഷിയാക്കളില്ല എന്ന മട്ടിൽ എഴുതി. അപ്പം അതേ എന്നെ വിളിച്ചു പറഞ്ഞു കോഴിക്കോട് ഷിയാക്കളുണ്ട്. ഞാൻ പറഞ്ഞുണ്ടോ? എവിടെ? പിന്നെ നമുക്കവിടെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെയും കൂട്ടി പോയി. ഒക്കെ കണ്ടവരൊക്കെ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ ഒരു ഷിയ പള്ളിയുണ്ട് കോഴിക്കോട്. എനിക്കറിയില്ലായിരുന്നു. എനിക്കും അറിയില്ല. അതെ, ഞാൻ പറയാം, അത് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടുള്ളത്? അറിയാത്തൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇരിക്കട്? തെറ്റുപറ്റിയ എന്താ ഇരിക്കട്? അതെ, ശരിയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വിമർശിക്കാൻ അല്ലെങ്കിൽ തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിച്ചത് തെറ്റാണെന്ന് പറയാനുള്ളൊരു ധൈര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്ത് അത് വളരെ വിരളമാണ്. മാഷിന് അതിനുള്ളൊരു പ്രേരണ എന്തായിരുന്നു? ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് സുനീർ. കാരണം ഇപ്പോൾ എൻ്റെ ഉമ്മ, ഞാൻ കുട്ടിക്കാലത്തെ കാണുന്ന എന്ത് തെറ്റ് ആര് ചെയ്യുന്ന അവർക്ക് ഒന്നുമില്ല, അവർ പറയും. അവരതുകൊണ്ട് ആരോട് പിണങ്ങൊന്നുമില്ല. അപ്പോൾ ബാപ്പയോട് പറയും അത് ചെയ്ത് ശരിയല്ല, ഞങ്ങളോട് പറയും ചെയ്ത് ശരിയല്ല. പിന്നെ അവരെടുത്ത് എന്തെങ്കിലും അവർ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടനെ അത് ഏറ്റു പറയും, അവർക്ക് തെറ്റാന്ന് പറയും. ഞാൻ അങ്ങനെ കണ്ടത്. എൻ്റെ ബാപ്പയും അങ്ങനെയാണ്. ബാപ്പ ഭയങ്കര തമാശക്കാരനാണ്, എല്ലാവരും പരിഹസിക്കും. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടാലോ കുറവുണ്ടല്ലോ ബാപ്പയ്ക്ക് എല്ലാവരോടും വലിയ സ്നേഹമാണ്, എല്ലാവരും സഹായിക്കുന്ന ആളാണ്. ഉമ്മയതേ, എല്ലാവരും സഹായിക്കും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ അയൽവക്കത്ത് ഒരു സ്ത്രീ, ആര് സുഖമില്ലെങ്കിലും ഉമ്മ പോവും, ആര് മരിച്ചാലും ഉമ്മ പോവും. അതിൽ ജാതി മതം ഇതൊന്നുമില്ല. അപ്പം പോയാലിപ്പം അവിടെ ഇപ്പോൾ ഒരിക്കലും എനിക്ക് ഓർമ്മയുള്ള രംഗം, ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു 4-5 വീടപ്പുറം ഒരു സ്ത്രീ, അവർക്ക് 4-5 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഉമ്മ ചെല്ലുമ്പോൾ അവർ മൂത്രത്തിൽ കുതിർന്ന് കിടക്കുക. അപ്പോൾ ഉമ്മ അതൊക്കെ വൃത്തിയാക്കി പിന്നെ മൂത്ത മകളെ ചെല്ലിയയച്ച് വരുത്തിയിട്ട് നല്ല ചീത്ത പറഞ്ഞു. എൻ്റെ ഉമ്മ ചീത്ത പറയുന്നു. ആ ചീത്ത പറയുമ്പോൾ ഞാനവിടെ ചായ കുടിക്കാനിരിക്കുക. അപ്പോൾ ഉമ്മ അവളോട് പറയണം, നീ അവിടെ നോൻ്റെ കൂടെ ചായ കുടിച്ചോ എന്ന് പറഞ്ഞു. ചീത്ത പറയും. പിന്നെ അവർക്ക് അന്നൊക്കെ ആണെങ്കിൽ മഹാദാരിദ്ര്യത്തിൻ്റെ കാലം. അപ്പം അരി കൊടുക്കാനോ തേങ്ങ കൊടുക്കാനോ എന്തെങ്കിലും ചെറിയ പൈസ കൊടുക്കാനോ ഒക്കെ ഉമ്മയ്ക്ക് ഇഷ്ടമാണ്. അത് തമ്മിൽ ബന്ധമല്ല. നിങ്ങൾ സ്വന്തം പെറ്റ തള്ളയോട് നീ നിൻ്റെ അനിയത്തിമാർ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മ പിറ്റേന്നും പോയി നോക്കും, അവർ വന്ന് നോക്കിയിട്ടോ മൂത്രത്തിൽ കുഴഞ്ഞ് കിടക്കുകയാണോ, മനസ്സിലായോ? അപ്പം ഇത് കണ്ടാൽ ഞാൻ വളർന്നത്. അപ്പോൾ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ പറയുമ്പോൾ, ഞാനിപ്പോൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പം മാഷന്മാർ പറഞ്ഞ തെറ്റൊന്നും ഞാൻ പറയും, സാർ അതിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ ഉണ്ണീഷൻ ചേലേമ്പ്ര എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് സംസ്കൃതത്തിൽ മുദ്രാരാക്ഷസം എന്ന് പറഞ്ഞിട്ട് ഒരു നാടകമുണ്ട്, അതിൻ്റെ പരിഭാഷ പഠിക്കാണ്ടായിരുന്നു. നാടകമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിലെ നാടകത്തിലെ കഥാപാത്രങ്ങളെപ്പറ്റി വിസ്തരിച്ചൊരു ക്ലാസ് എടുത്തു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനവിടെ എണീറ്റ് നിന്നു. അപ്പോൾ എന്നോട് വലിയ ലോഹിയാണ് മാഷ്. എന്താ കാര്യം ശരി ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞ് ശരിയാന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. എന്താ ചോദിച്ചു. അപ്പോൾ ഞാനത് വിസ്തരിച്ചു. ഈ കഥാപാത്രങ്ങൾക്ക് ഇന്ന അനൗചിത്യമുണ്ട്, ഇതിൽ ഇന്ന തകരാറുണ്ട്.
ഒരു 10 മിനിറ്റ് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതേ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് പറയാണ് ക്ലാസ്സിനോട്, ഞാൻ പറഞ്ഞാൽ അല്ല സ്വീകരിക്കേണ്ടത്, നിങ്ങളുടെ സഹപാഠി കാരശ്ശേരി പറഞ്ഞാണ് സ്വീകരിക്കുക, അതാണ് ശരി. മനസ്സിലായോ? അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും. അത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അത് നമുക്കല്ലേ നഷ്ടം സുനീറെ. ഇപ്പം എൻ്റെ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു, അത് ഞാൻ അംഗീകരിച്ചില്ല. ആർക്കാ നഷ്ടം? നിങ്ങൾക്ക് എന്താ നഷ്ടം? നമുക്ക് തന്നെയാണ്. അതുപോലെ ഇപ്പം നമ്മുടെ മുമ്പ് നിന്ന് നമ്മൾ അധ്യാപകനായി, നമ്മുടെ വാപ്പയായി, അല്ലെങ്കിൽ മക്കളായി ഒരു തെറ്റ് ചെയ്തു. അത് ചെയ്ത് തെറ്റാന്ന് നമ്മൾ പറയും. അത് എൻ്റെ സഹജ സ്വഭാവമാണ്. ഞാൻ പ്രത്യേകിച്ച് പഠിച്ചുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെ, ഇപ്പം എൻ്റെ ഏട്ടൻ അല്ലെങ്കിൽ എൻ്റെ അനിയൻ, അവർക്ക് നമ്മളൊക്കെ തമ്മിൽ അങ്ങനെ പറയും, അത് നീ ചെയ്ത് ശരിയല്ല എന്ന് പറയും. ഞാൻ എൻ്റെ ഏട്ടനോട് പറയും, ഏട്ടൻ എന്നോട് പറയും, അനിയനോട് പറയും. അനിയൻ എന്നോട് അങ്ങനെ പറയാറില്ല. ഞങ്ങൾ തമ്മിൽ എൻ്റെ ഇടയിലൊരു അനിയെത്തിയിട്ട് അവൻ അങ്ങനെ പറയാറില്ല. പറയാം, ഞാനും ഏട്ടനൊക്കെ അങ്ങോട്ട് ഭയങ്കര കലഹിക്കും. ഒക്കെ ഇഷ്ടം കൊണ്ടാണ്, അനിഷ്ടം കൊണ്ടല്ല. പക്ഷേ എഴുതാനുള്ളൊരു പ്രേരണ മാഷിന് തോന്നാനുള്ളൊരു കാരണം, അതിനുള്ളൊരു പ്രേരണ, അത് ചോദിക്കാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതുതലമുറയിൽ ഒരുപാട് ആളുകൾക്ക് എഴുതണം എന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ അത് എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എഴുത്തുകാരൻ ആകാൻ സാധിക്കുന്നില്ല. അവരോട് പറയാനുള്ളത്, ഒപ്പം മാഷിനെ എഴുത്ത് തുടങ്ങാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു? എഴുത്ത് അതിപ്പോൾ അത് എല്ലാ കലാപ്രകടനങ്ങളും ഒരു ഏറ്റവും ചുരുങ്ങിയ 10% സഹജവാസനയാണ്, ഇൻസ്റ്റിങ്ക്റ്റ്. ഓക്കെ. സിദ്ധി എന്ന് പറയും. പിന്നെ നിങ്ങൾ അതിൻ്റെ പുറത്ത് ധാരാളം പണിയെടുക്കണം. അതിനെയാണ് സാധന എന്ന് പറയുക. ഇപ്പോൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇൻസ്പിറേഷൻ, പെർസ്പിറേഷൻ. അപ്പോൾ സിദ്ധിയും സാധനയും രണ്ടും വേണം. അപ്പോൾ എഴുതാൻ മോഹമുള്ളതുകൊണ്ട് ഒരാൾ എഴുത്തുകാരനാവില്ല. ചിത്രം ഇപ്പോൾ എനിക്ക് പാട്ട് പാടാൻ വളരെ മോഹമുള്ള ആളാണ്, ഞാൻ പാട്ടുകാരനാവില്ല. കാരണം എനിക്ക് സഹജവാസന ഇല്ല. ഇപ്പോൾ യേശുദാസ് ആകുന്നത് എങ്ങനെയാണ്? സഹജവാസന കൊണ്ട് മാത്രമല്ല, അത്യധ്വാനം കൊണ്ടാണ്. MT ആവുന്നത് എങ്ങനെയാണ്? സഹജവാസന കൊണ്ട് മാത്രമല്ല, അത്യധ്വാനം കൊണ്ടാണ്. അപ്പം സിദ്ധിയും വേണം, സാധനയും വേണം. പിന്നെ നിങ്ങൾ മോഹിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനാണോ വാസന, അതോ പാട്ട് പാടാനാണോ വാസന, അതോ എഴുതാനാണോ വാസന? ഇപ്പോൾ എഴുത്തുകാരന് പേരുണ്ടാവും, ആ പേര് മോഹിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ എഴുത്തുകാരനാവില്ല. നിങ്ങൾക്ക് ആ സാധന നടത്തണമെങ്കിൽ സിദ്ധി ഉണ്ടോയെന്ന് അറിയണം. അപ്പം കുഴിച്ചു നോക്കിയാൽ വെള്ളം ഉണ്ടോയെന്ന് അറിയാം, പിന്നെ അടിയിൽ കുഴിക്കുമ്പോഴാണ് കിണറാകുന്നത്. അപ്പോൾ അന്ന് മാതിരി നിങ്ങൾക്ക് ആ സാധനം ഉണ്ടോയെന്ന് അറിയണം. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ അവരോട് പറയാനുള്ളത്, പിന്നെ എഴുതാൻ വേണ്ടത് പാണ്ഡിത്യമോ ഒന്നുമല്ല, നിങ്ങളങ്ങ് എഴുതുകയാണ്. അപ്പോൾ തുറന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയെപ്പറ്റി, നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി, നിങ്ങളുടെ മതത്തെപ്പറ്റി, നിങ്ങളുടെ ജാതിയെപ്പറ്റി, നിങ്ങളുടെ സംഘടനയെപ്പറ്റി, അല്ലെ നിങ്ങളുടെ സ്ഥാപനത്തെപ്പറ്റി. ഇപ്പം ബസ്സിൽ കണ്ടക്ടർ ഒരു സഹയാത്രികനോട് മോശമായിട്ട് പെരുമാറുന്നു. ആ പെരുമാറുമ്പോൾ അത് ശരിയല്ല, നിങ്ങളിങ്ങനെ പെരുമാറാൻ പാടില്ല, ഇയാളടുത്ത് അല്ല തെറ്റ്, നിങ്ങളുടേതാണ് തെറ്റ് എന്ന് പറയാനുള്ളൊരു സഹജബോധം അത് വേണം. അതാണ് ധാർമ്മിക ബോധം എന്ന് പറയുന്നത്, ധാർമ്മിക രോഷം എന്ന് പറയുന്നത്. അതിൽ നിന്ന് എഴുത്ത് വരാം. പിന്നെ ഭാവന കൊണ്ട് എഴുത്തുകാരനാവാം, എഴുത്തുകാരിയാവാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഭാവന ചെയ്യാൻ സാധിക്കും. പിന്നെ ചിന്ത, ഇപ്പോൾ രാഷ്ട്രീയത്തെപ്പറ്റിയോ മതത്തെപ്പറ്റിയോ സാമൂഹ്യ ജീവിതത്തെപ്പറ്റിയോ ജീവിതത്തെപ്പറ്റി മൊത്തത്തിലോ നിങ്ങൾക്ക് ചില ചിന്തകളുണ്ട്, അത് എഴുതാം. അപ്പോൾ എഴുതാൻ വേണ്ടത് ആദ്യം എഴുതി നോക്കുകയാണ്, ഇരുന്നങ്ങോട്ട് എഴുതുക. പിന്നെ അതിലൊരു കാര്യമുണ്ട്, നമ്മൾ എഴുതിയതുകൊണ്ടെല്ലാം മഹത്താണ്. ഇപ്പോൾ ഇത്ര ലൈക്ക് കിട്ടിയോണ്ടൊരു കാര്യം മഹത്താവും. നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, എല്ലാവരും ചെയ്യണത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, അതിൽ 436 ലൈക്ക് ഉണ്ട്, 26 ഷെയർ ഉണ്ട്, അല്ലെങ്കിൽ 150 കമൻ്റ് ഉണ്ട്. ഇതൊന്നും അല്ല സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. കാരണം ലൈക്ക് അടിക്കാൻ ഇത് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ലണ്ടോ? ഇല്ല. ഷെയർ ചെയ്യാൻ വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള ഒരാളാണ്, നിങ്ങളുടെ പാർട്ടിക്കാരനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരനാണ്, അല്ലെങ്കിൽ ഒരു പണക്കാരനാണ്, അല്ലെങ്കിൽ ഒരു നടനാണ്, അപ്പോഴൊക്കെ നിങ്ങളിത് ലൈക്ക് അടിക്കും, ഇത് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഷെയർ ചെയ്യുകയും ചെയ്യും, കമൻറ്റ് ഇടും. ഈ ഇതിൽ കാണുന്ന മിക്കതും അങ്ങനെ വായിച്ചു നോക്കിയിട്ടാണെന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. ഞാൻ ചിലതൊക്കെ നോക്കുക, എപ്പോഴും നോക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷേ ലൈക്ക് ഉണ്ടാവും, 100 കണക്കിന് ലൈക്ക്, 100 കണക്കിന് കമൻറ്റ്, കുറച്ച് ഷെയർ. അപ്പം അതുകൊണ്ട് അതിലൊരു കാര്യം, എഴുതാൻ മോഹമുള്ള ആൾ ചെയ്യേണ്ട ഒന്ന് അവനവൻ എഴുതി നോക്കുക. പിന്നെ വേറൊന്നുള്ളത്, അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ധാരാളം വായിക്കണം. അപ്പോൾ ഏത് മാതിരി വെച്ചാൽ
ഒരു പശുവിന് പാല് തരണമെങ്കിൽ പുല്ലും വെള്ളം വേണ്ടേ? അതെ, തീർച്ചയായും. പുല്ലും വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? വായനയാണ്. പിന്നെ നിങ്ങൾ ആലോചിക്കണം. ആലോചിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സാഹിത്യം എന്ന് പറയുന്നത് അതിനെപ്പറ്റിയുള്ള പഴയ ഒരു നിർവചനം ഞാൻ പറയാം. എന്ന് വെച്ചാൽ അത് ആലോചനാമൃതമാണെന്നാണ്. ആലോചിക്കുന്തോറും അമൃതമായിത്തീരുന്നത്. അമൃതം എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുള്ളത്, നല്ല രുചിയുള്ളത്, മധുരമുള്ളത്, പിന്നെ നിങ്ങൾക്ക് യൗവനം വീണ്ടെടുത്ത് തരുന്നത്, നിങ്ങളുടെ മരണം ഇല്ലാതാക്കുന്നതിനൊക്കെ സങ്കല്പം. അത് അമൃതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയും സംസ്കൃതത്തിൽ. സംഗീതവും സാഹിത്യവും സരസ്വതിയുടെ 2 സ്ഥലങ്ങളാണ്. അതെ. സംഗീതമപി സാഹിത്യം സരസ്വത്യാ സ്തനദ്വയം ഏകം ആപാദ മധുരം. ഓരോ വീഴ്ചയിലും മധുരമുള്ളതാണ്. അന്യം ആലോചനാമൃതം. അന്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് സാഹിത്യം എന്താണ്? ആലോചനാമൃതമാണ്. അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കണം. നിങ്ങളിപ്പോൾ MT വാസുദേവൻ നായരുടെ അല്ലെങ്കിൽ തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു കഥ വായിച്ചു, അതിനെപ്പറ്റി ആലോചിക്കണം. എന്താണ്? വീണ്ടും വായിക്കണം. അങ്ങനെ അതൊരു സാധനയാണ്, മനസ്സിലായോ? അപ്പോൾ അത് അത്ര എളുപ്പമല്ല. എഴുത്തുകാരനാവനിപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇപ്പോൾ എല്ലാവരുടെയും ഒരു പുസ്തകം അച്ചടിച്ച് വരാൻ 10 250 കോപ്പി അടിച്ചാൽ ഗ്രന്ഥകാരനായി. അതിനൊരു 25,000 35,000 ഉറുപ്പ്യ എല്ലാവരുടെ കയ്യിലുണ്ട് ഇപ്പോൾ. പിന്നെ അതിന് പ്രകാശനുണ്ട്, അതിന് അനുമോദനമുണ്ട്, അതിന് അവാർഡുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ ബഹളമാണ് ഇപ്പോൾ. അതെ, മനസ്സിലായി മാഷേ. അപ്പോൾ അതിൽ അവനവൻ്റെ വിനയം, അവനവൻ്റെ അത്യധ്വാനം, അവനവൻ്റെ ആലോചന, അവനവൻ്റെ ഭാവന അതിൽ വളരെ പ്രധാന. എല്ലാവർക്കും ഉള്ള സാധനമല്ല ഭാവന, എല്ലാവർക്കും ഉള്ള സാധനമല്ല ചിന്ത, എല്ലാവർക്കും ഉള്ള സാധനമല്ല ആവിഷ്കാര സാമർഥ്യം. ചിലർക്ക് പ്രസംഗിക്കാനാവും, ചിലർക്ക് ചിത്രം വരയ്ക്കാനാവും, ചിലർക്ക് കഥ എഴുതാനാവും. അത് നോക്കണം. നമുക്ക് മോഹമുണ്ട്, നമ്മുടെ കൂട്ടുകാരൻ കഥ എഴുതി, നമ്മൾ കഥ എഴുതാം, അങ്ങനെയില്ല. അല്ല നമ്മുടെ കൂട്ടുകാരൻ ചിത്രം വരച്ചു, നമ്മൾ വരയ്ക്കുക, അങ്ങനെയില്ല. ഓരോരുത്തരും ഓരോ മാതിരി അനുസരിച്ചിട്ടുള്ള ഇഷ്ടം. അവനവൻ്റെ ജന്മസിദ്ധി, സാധന, പിന്നെ സൗകര്യങ്ങൾ, അവനവൻ്റെ സ്വഭാവം, പിന്നെ ഒരു കാര്യം, ഇതൊക്കെ വളരെ ഗൗരവത്തിലെടുത്താലേ ഇതൊക്കെ നടക്കുള്ളൂ. നിങ്ങൾ അനേകം കാര്യങ്ങൾ ഇപ്പോൾ വീശിപ്പോണ കൈകൊണ്ടൊരു സലാം എന്ന് പറയും. അനേകം കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ സാഹിത്യകാരനാണ്, അങ്ങനെ പറ്റില്ല. ഇപ്പോൾ MT വാസുദേവൻ അങ്ങനെയല്ല, അല്ലെങ്കിൽ യേശുദാസ് അങ്ങനെയല്ല, മാധവിക്കുട്ടി അങ്ങനെയല്ല, ബഷീർ അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ ഉണ്ടല്ലോ. അതാ